നാടെങ്ങും ഈ 5 കുഞ്ഞുങ്ങൾക്കുമായുള്ള വേദനയിലാണ്. പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോഴും ആശുപത്രിയിൽ ICUവിൽ കഴിയുന്ന 2 കുഞ്ഞുങ്ങൾ അവരിപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. അതിൽ 2 പേരും ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ്. നാടിനെ നടുക്കിയ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്നലെ രാത്രി 9:20 കൂടിയാണ് സംഭവം നടക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് കളർകോട് നിന്നും ആലപ്പുഴയ്ക്ക് പോയ ടവേര എന്ന കാറിലാണ് ഈ കാറും ബസ്സും തമ്മിലാണ് കൂട്ടിയിടി നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ നിരവധി പ്രേക്ഷകർ ഇത് കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഇന്നലെ രാത്രിയിൽ നടന്നത്. ബസ് വരുന്നതും വളരെ സാവധാനം നമ്മളത് നോക്കിയാൽ മനസ്സിലാവും. ബസ് നിൽക്കുന്നത് ഇവിടെയാണ്. ബസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വരുന്ന ടവേര ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകേണ്ടതിന് പകരം മഴ പെയ്ത് കിടക്കുന്ന ആലപ്പുഴ റോഡിൽ, കളർകോട് റോഡിൽ എത്തുന്ന സമയത്ത് പാളി അതിന് ബസ്സിൻ്റെ മുന്നിലേക്ക് പോയി ഇടിക്കുന്നത് കാണാൻ സാധിക്കും. വലതുവശത്തേക്ക് പാളിയിട്ടാണ് ബസ്സിലേക്ക് പോയി ഇടിക്കുന്ന ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് റോഡ്. നല്ല മഴ പെയ്ത് കിടക്കുന്നു. സമയം രാത്രി 9:20. ലെഫ്റ്റിലേക്ക് പോകേണ്ട ടവേര റൈറ്റ് സൈഡിലൂടെ വരുന്ന ഗുരുവായൂർ കായംകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ മുൻപിലേക്ക് ഇടിച്ച് കയറുകയാണ്. ഇടത്തെ സൈഡ് ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതിനും മുൻപ് തന്നെ ബസ്സിലേക്ക് വന്ന് ഇടിച്ച് കയറുകയാണ്. പ്രേക്ഷകർക്ക് കാണാം. ആ ഇടിക്കുന്ന സമയത്ത് ബസ് ലെഫ്റ്റിലേക്ക് ആ ഇടിയുടെ ആഘാതത്തിൽ മാറുന്നുണ്ട്. തൽക്ഷണം തന്നെ 3 പേർ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാക്കിയുള്ളവരെ വെട്ടിപ്പൊളിച്ച് ഡോറുകളെല്ലാം വെട്ടിപ്പൊളിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 7 പേർ സഞ്ചരിക്കേണ്ട ടവേരയിൽ 11 പേരാണ് സഞ്ചരിച്ചത് എന്നാണ് ലഭിക്കാൻ കഴിയുന്നത്. ഓവർലോഡും പഴക്കമുള്ള വണ്ടിയും ഒപ്പം കാഴ്ച മറഞ്ഞതുമെല്ലാം അപകടത്തിന് കാരണമായിട്ടുണ്ടാവാം. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ഡ്രൈവർക്കാവട്ടെ വലിയ പരിചയമുണ്ടായിരുന്നില്ല. കഷ്ടിച്ച് 5 മാസമേ ആയുള്ളൂ ആ വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് ലൈസൻസ് കിട്ടിയിട്ട് പോലും. അപ്പോൾ ഒരു ഡ്രൈവർ എന്ന നിലയിലുള്ള പരിചയസമ്പന്നതയുടെ കുറവ്, മഴ പെയ്ത് കിടന്നതുകൊണ്ട് സംഭവിച്ച കാഴ്ചക്കുറവ്, ഒപ്പം വാഹനം അല്പം വേഗതയിലായിരുന്നു. അമിത വേഗതയിലായിരുന്നില്ല എങ്കിൽ പോലും മഴ സമയത്ത് ബ്രേക്ക് ചെയ്താൽ സ്കിഡ് ആവുന്ന തരത്തിലുള്ള വേഗതയുണ്ടായിരുന്നു. വാഹനത്തിന് ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നൊരു സാഹചര്യം. 14 വർഷം പഴക്കമുള്ള വാഹനം, 7 പേർ കയറേണ്ട വാഹനത്തിൽ 11 പേർ അമിത ലോഡുമായി പോയത്, ഇതെല്ലാം അപകടത്തിനുള്ള കാരണമായി എന്നാണ് RTO അടക്കം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതും. അപകടത്തിൻ്റെ ഒരു രേഖാചിത്രം കൂടി നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഈ റോഡ് പരിചയമാണ്. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും രാത്രി മെസ്സ് കഴിഞ്ഞ് 9 മണിക്ക് ശേഷം ഇവർ ഒരു റെൻ്റേ കാർ എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ പിന്നീട് ഒരു സുഹൃത്തിൻ്റെ കാർ വാങ്ങിയാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ടവേര കാർ വരുന്നു. സമയം 9:20. 9:30 ആലപ്പുഴയിൽ സെക്കൻഡ് ഷോ തുടങ്ങുന്ന സമയം. അപ്പോൾ ആ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റലിൽ നിന്ന് ഈ 11 വിദ്യാർത്ഥികളും ഈ വാഹനത്തിൽ കയറുന്നത്. അതിൽ 10 വിദ്യാർത്ഥികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. മറ്റൊരു വിദ്യാർത്ഥി അവിടെ നിൽക്കുകയായിരുന്നു. അയാളെ കൂടി വിളിച്ച് കയറ്റിയിട്ടാണ് വാഹനം പുറപ്പെടുന്നത്. അങ്ങനെ വാഹനം അത്യാവശ്യം നല്ല വേഗത്തിലായിരിക്കും. ഒരുപക്ഷെ 45-60 കിലോമീറ്റർ വേഗതയിലായിരിക്കാം വാഹനം വന്നിട്ടുണ്ടാവുക. നമുക്കത് നിശ്ചയമില്ല. ആ വാഹനം വരുന്നു. വാഹനം ഇടതുവശം കീപ്പ് ചെയ്ത് വരുന്ന വാഹനം കളർകോട് ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്താണ് മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ദൃശ്യമെന്ന് പറയുന്നത്. ഇനി എന്താണ് സംഭവിച്ചത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. കളർകോട്ടേക്ക് എത്തുന്ന സമയത്ത് വാഹനം ഇടത് ചേർന്ന് പോകേണ്ടതിന് പകരം നല്ല മഴ പെയ്ത് ഒരു ജലപാളി രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ടയറിനും റോഡിനും ഇടയിൽ ഒരു ജലപാളി മഴ പെയ്താൽ രൂപപ്പെടും. അതിലേക്ക് കയറിയാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ വാഹനം ആ വേഗതയിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് ബസ് വരുന്ന ആ ലൈറ്റ് അടിക്കുമ്പോൾ സ്വാഭാവികമായും പരിഭ്രാന്തിയോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാം ഈ ഡ്രൈവർ. ഇടത്തേക്ക് ഓടിക്കേണ്ടതിന് പകരം വാഹനം ബ്രേക്ക് ചെയ്ത ഉടൻ തന്നെ വണ്ടി സ്കിഡ് ചെയ്യുന്നു. സ്കിഡ് ചെയ്ത ഉടൻ തന്നെ വീണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും വലത്തോട്ട് ഒടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടതോരം ചേരേണ്ട വാഹനം വലതുവശത്തേക്ക് ചാഞ്ഞിടിക്കുകയും എല്ലാ ആഘാതവും ഈ വാഹനത്തിൽ തന്നെ ഏൽക്കുകയും ചെയ്തു. ഒന്ന്, വാഹനം വരുന്ന വേഗത. ആ വേഗതയിൽ തന്നെ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക് ലോക്കാവുന്ന, ടയർ ലോക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നത് മുൻഭാഗമല്ല. മുൻപ് ഭാഗമാണെങ്കിൽ ഒരു കൊളീഷൻ ഉണ്ടായി വാഹനം പിന്നിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുപോലും ഉണ്ടായില്ല. സൈഡ് തിരിഞ്ഞിടിക്കുന്നത് കൊണ്ട് ആഘാതം പൂർണ്ണമായും ഈ ടവേരയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം മരണം സംഭവിക്കുന്നത്. സാധാരണ കളർകോട് ഈ ഭാഗത്ത് വലിയ അപകടമുണ്ടാകുന്നൊരു സ്ഥലവുമല്ല, അത്ര വേഗതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നൊരു ഇടവുമല്ല. പക്ഷേ എന്നിട്ടും വിധി ഈ 5 വിദ്യാർത്ഥികളെയും കാത്തിരുന്നത് വലിയ അപകടമാണ്. ഈ രീതിയിലാണ് അപകടം നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇടതോരം ചേർന്ന് പോകേണ്ട ഒരു വാഹനം വലതോരം മാറി സ്കിഡ് ചെയ്ത്
ഈ KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളടക്കം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പങ്കുചേരുകയാണ്. നല്ല വാർത്ത നാളെ ലഭ്യമാവട്ടെ. ഈ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന വിദ്യാർത്ഥികളും സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.